السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ളവരെ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇനിയും തന്റെ ശിഷ്യനോട് പറയുകയാണ്, അയ്യുഹൽ വലദു, മോനെ, ബഅദു മസായിലിക മിൻ ഹാദൽ ഖബീലി, നീ എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങൾ ഈ ഗണത്തിൽപ്പെട്ടതാണ്. അതായത് നേരത്തെ പറഞ്ഞല്ലോ, ചിലത് വിശദീകരിക്കാൻ കഴിയില്ല, അത് അനുഭവിച്ചറിയേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല. അമ്മൽ ബഅദുല്ലദി യസ്തഖീമു ലഹുൽ ജവാബു, മറുപടി അർഹിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ. ഫഖദ് ദക്കർനാഹു ഫീ ഇഹ്യാഉൽ ഉലൂമി വഗൈരിഹി, അത് നമ്മൾ ഇഹ്യാഉൽ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിലും മറ്റെന്റെ കിതാബുകളിലും വിശദീകരിച്ചിട്ടുണ്ട്. വനദ്കുറുഹാ ഹുന, ഇവിടെ ഞാൻ പറയാം, നുബദം മിൻഹു, അതിൽ നിന്നൊരൽപ്പം, വനുഷീറു ഇലൈഹി, അതിലേക്ക് ഞാൻ സൂചന നൽകുകയും ചെയ്യാം. ഫനഖൂലു, നാം പറയുന്നു, ഫഖദ് വജബ അല സാലിക്കി, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് നിർബന്ധമാണ് അർബഅത്തു ഉമൂരിൻ, 4 കാര്യങ്ങൾ. ആത്മീയ വഴിയിൽ പ്രവേശിക്കുന്നയാള് അദ്ദേഹത്തിന് ആവശ്യമുള്ള അനിവാര്യമായ 4 ഘടകങ്ങളുണ്ട്. അല്ല അവ്വലുൽ അംരി, ഒന്നാമത്തത് ഇഅ്തിഖാദുൻ സഹീഹുൻ ലാ യകൂനു ഫീഹി ബിദ്അ, പുത്തൻവാദം അശേഷമില്ലാത്ത ശരിയായ വിശ്വാസമാണ് ഒന്നാമത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ള വിശ്വാസങ്ങളുടെ ശരിയായ ശൈലി, റസൂലുള്ളാഹിയിൽ നിന്ന് സഹാബികൾ, സഹാബികളിൽ നിന്ന് താബിഊകൾ, അവരിൽ നിന്ന് അടുത്ത തലമുറ എന്ന രൂപത്തിൽ കാതോട് കാതോരം എന്ന നിലക്ക് മഹത്തായ ദീനിന്റെ വിശ്വാസ സംഹിതകൾ അതെങ്ങനെയാണോ വന്നിട്ടുള്ളത് അതേപോലെ നീ വിശ്വസിക്കണം. അപ്പോ പണ്ടുകാലത്ത് മുസ്ലിമീങ്ങൾക്കില്ലാത്ത പുത്തൻവാദങ്ങളും അതേപോലെ തന്നെ പുതിയ ചിന്താഗതികളും വിശ്വാസത്തിലേക്ക് കടത്തിക്കൂട്ടിയിട്ടുള്ള അരുതായ്മയുടെ ശൈലികളുമായി നടക്കുന്ന പുത്തൻവാദം ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാളിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം മുതൽ ഇങ്ങോട്ട് എല്ലാ വിശ്വാസങ്ങളിലും ശരിയായ സാമ്പ്രദായികവും പാരമ്പര്യവുമായിട്ടുള്ള വിശ്വാസം, ആ വിശ്വാസം തന്നെ നീ കൊണ്ടു നടക്കണം. അല്ലാതെ ഒരാൾക്ക് ആത്മീയ വഴിയിൽ പ്രവേശിക്കാൻ കഴിയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. മസാലി, രണ്ടാമത്തത് തൗബത്തുൻ നസൂഹുൻ, ശരിയായ പശ്ചാത്താപമാണ്. അതായത് ലാ യർജിഉ ബഅദഹു ഇലദ്ദില്ല, ആ തൗബ നീ ചെയ്തതിനു ശേഷം വീണ്ടും നിന്ദ്യതയിലേക്ക് മടങ്ങാത്ത വിധത്തിലുള്ള, അല്ലാഹു തആല സ്വീകരിക്കും വിധത്തിൽ നീ തൗബ ചെയ്യണം. കഴിഞ്ഞകാല തെറ്റുകുറ്റങ്ങൾ അത് അതിൽ ആത്മാർത്ഥമായി ഖേദിക്കുകയും അങ്ങനെ പറ്റിപ്പോയതിന്റെ പേരിൽ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നിലവിൽ കുറ്റത്തിൽ നിന്ന് മാറുകയും ഇനി കുറ്റത്തിലേക്ക് പോവുകയില്ലെന്നും തീരുമാനിക്കുകയും, അതോടൊപ്പം പടപ്പുകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ടത് പറഞ്ഞു തീർക്കേണ്ടത് പറഞ്ഞും കൊടുത്തു തീർക്കേണ്ടത് കൊടുത്തും തീർത്തുകൊണ്ട് അവരിൽ നിന്ന് കൂടിയുള്ള ഒരു ക്ലിയറൻസ് വാങ്ങിയതിനു ശേഷം അള്ളാഹുവോട് പശ്ചാത്തപിക്കുകയും പശ്ചാത്താപം നടത്തിയതിനു ശേഷം നിന്റെ ജീവിതത്തിൽ പിന്നീട് അതേ ദുസ്വഭാവങ്ങളിലേക്കും ചിന്തകളിലേക്കും കടന്നുപോകാത്ത ഒരു ശൈലി സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് രണ്ടാമത്തത്. വസാലിസു, മൂന്നാമത്തത് ഇസ്തിർലാഉൽ ഖുസൂമി ഹത്താ ലാ യബ്ഖാ ലിഅഹദിൻ അലൈക ഹഖ്ഖുൻ, നിന്നോട് ശത്രുതയിലോ തർക്കത്തിലോ നിൽക്കുന്ന എല്ലാ ആളുകളുടെയും പൊരുത്തം സമ്പാദിക്കലാണ്. അവർക്ക് എന്തെങ്കിലും ഒരു കടമ നീ ചെയ്തു കൊടുക്കേണ്ടത് ബാക്കിയില്ലാത്ത വിധം. ഈ ദുനിയാവിൽ പലപ്പോഴും മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന ദുരന്തം മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് വാക്കാലും പ്രവർത്തനത്താലുമൊക്കെ അവരെ പൊരുത്തപ്പെടിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് അവരുമായുള്ള ആ ബന്ധം ക്ലിയറാക്കാതെ ഒരിക്കലും തന്നെ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് നീ ആരോടെങ്കിലും തർക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ നല്ല മനസ്സോടുകൂടെയുള്ള, നിറഞ്ഞ മനസ്സോടെയുള്ള പൊരുത്തം നേടാനും എനിക്ക് പരലോകത്ത് വരുന്ന സമയത്ത് അവരുമായിട്ടുള്ളൊരു ഇടപാട് തീർത്തതിന് ശേഷമേ വിചാരണ പൂർത്തിയാക്കാനാവൂ എന്ന ആ ഒരു കണ്ടീഷനിൽ എത്തിപ്പെടാതെ എല്ലാവരോടും നീ യാതൊരു നിലക്കുള്ള വാക്കാലോ പ്രവർത്തനത്താലോ സാമ്പത്തിക ഇടപാടുകളാലോ ഒന്നുമില്ലാത്ത വിധത്തിൽ നീ അവരുമായുള്ള പൊരുത്തം സമ്പാദിക്കണം. വറാബിയോ, നാലാമത്തെ കാര്യം തഹ്സീലു ഇൽമി ശരിയാറ്റി, വിശുദ്ധ ഇസ്ലാമിന്റെ വിജ്ഞാനം കരസ്ഥമാക്കണം. ഖദറമാ തുഅദ്ദി ബിഹി അവാമിർ അല്ലാഹി തആല, അള്ളാഹു നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകൾ
ശരിയായ വിധത്തിൽ നിർവഹിക്കാൻ ആവശ്യമാകും വിധത്തിലുള്ള വിജ്ഞാനം അത് നീ കരസ്ഥമാക്കിയിരിക്കണം. അപ്പോ ശരീഅത്തുൽ ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാതെ നേരെ അങ്ങോട്ട് സൂഫിയായി ആത്മീയ വഴിയിലേക്ക് പ്രവേശിക്കാം എന്ന് പറയുന്ന മൗഢ്യം ഈ അടുത്ത കാലത്ത് ചിലരിലൊക്കെ കാണുന്നുണ്ട്. എന്നു മാത്രമല്ല, അത്തരക്കാരായ കള്ളത്തൊരീക്കത്തുകാരും ആത്മീയവാദികളുമൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം ഈ ശരീഅത്തിന്റെ വിജ്ഞാനം ഫിഖ് എന്നൊക്കെ പറഞ്ഞാല് അതൊക്കെ ഈ കുറച്ച് മൂല്യന്മാർക്കുള്ള പരിപാടിയാണ്, അല്ലാതെ ആത്മീയ വഴിയിലുള്ള ആളുകൾക്ക് അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് നേരെ കശ്ഫും അതേപോലെ തന്നെ ഉള്ള മഅരിഫത്തും ഒക്കെ ആയിട്ട് ഞങ്ങളങ്ങ് പോയിക്കോളാം. അതൊരിക്കലും ശരിയല്ല. മറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിക്കുന്ന മനുഷ്യൻ അടിസ്ഥാനപരമായി തന്നെ ഉണ്ടാക്കേണ്ട സംഗതിയാണ് ശരീഅത്തുൽ ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങൾ അവൻ കരസ്ഥമാക്കണം. അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തിയാക്കി വീട്ടാൻ പറ്റും വിധത്തിലുള്ള വിവരം അവനുണ്ടാകണം, അടിസ്ഥാന യോഗ്യത. സുമ്മമിനൽ ഉലൂമിൽ ആഖിറത്തി, പിന്നെ പാരത്രിക വിജ്ഞാനത്തിൽ നിന്നും അവൻ കരസ്ഥമാക്കണം മയക്കൂനു ബിഹിന്റെ ജാത്തു. അതുകൊണ്ട് രക്ഷ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള തോത് ആ ആഖിറത്തിന്റെ വിജ്ഞാനത്തിൽ നിന്നും അവൻ കരസ്ഥമാക്കണം. അല്ലാതെ ഒരിക്കലും തന്നെ ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ റൂട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ആധുനിക കാലഘട്ടത്തിലുള്ള ആത്മീയവാദികളുടെ കാപട്യം തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 4 ക്വാളിഫിക്കേഷനാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിരിക്കുന്നത്. അപ്പൊ ശരീഅത്തുൽ ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങളെ അത് അവഗണിക്കുന്ന ഒരു ശൈലി അതൊരിക്കലും തന്നെ സ്വീകരിക്കുന്നയാൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യതയുടെ 4 അയലത്ത് പോലും എത്തിയവനല്ല എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. എന്നിട്ട് ഗസ്സാലി ഇമാം പറയുന്നു, ഹുക്കിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്ന ശിബിലി റഹിമഹുല്ലാ, ഇമാം ശിബിലി തങ്ങൾ ഖദമ 400 ഉസ്താദിൻ, 400 ഉസ്താദുമാർക്ക് ഗുരുവര്യന്മാർക്ക് സേവനം ചെയ്തു. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖറഅതു 4000 ഹദീസിൻ, ഞാൻ 4000 ഹദീസ് ഓതി നോക്കി. സുമ്മ ഖ്തർതു മിൻഹാ ഹദീസൻ വാഹിദൻ, എന്നിട്ട് അതിൽ നിന്ന് ഒരു ഹദീസ് ഞാൻ തെരഞ്ഞെടുത്തു. വഅമിൽതു ബിഹി, അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുകയും ചെയ്തു. വഖല്ലൈതു മാ സിവാഹു, അതല്ലാത്തതൊക്കെ ഞാൻ ഒഴിവാക്കിച്ചാൽ അവഗണിച്ചു എന്നല്ല, ഈ ഒരൊറ്റ ഹദീസ് അമൽ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചു. കാരണം ലഅന്നി തഅമ്മൽതുഹു, ആ ഹദീസിനെ പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ ഫവജത്തു ഖലാസി വനജാതി ഫീഹി, എന്റെ രക്ഷയും അതേപോലെ തന്നെ എന്റെ മോചനവുമൊക്കെ ആ ഒറ്റ ഹദീസിൽ തന്നെ ഞാൻ കണ്ടെത്തി. വകാന ഇൽമുൽ അവ്വലീന വൽ ആഖിരീന കുല്ലുഹു മുൻദരിജൻ ഫീഹി, ആദ്യകാലക്കാരുടെയും അവസാനകാലക്കാരുടെയും ഒക്കെ സകല വിജ്ഞാനങ്ങളും ഈ ഒരൊറ്റ ഹദീസിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതായി എനിക്ക് മനസ്സിലായി. ഫത്തഫൈതു ബിഹി, അതുകൊണ്ട് ആ ഒരൊറ്റ ഹദീസ് കൊണ്ട് ഞാൻ മതിയാക്കി. അഥവാ ആ ഒരു ഹദീസിന്റെ താൽപര്യത്തിനനുസരിച്ച് എന്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഞാൻ തീരുമാനിച്ചു. വദാലിക, ഏതാണ് ആ ഹദീസ്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിബഅലി അസ്ഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ശിഷ്യന്മാരിൽ നിന്ന് ചിലരോട് പറഞ്ഞു, യഅമൽ ലിദുനിയാക ബിഖദരി മുഖാമിക ഫീഹാ വഅമൽ ലിആഖിറതിക ബിഖദരി ബഖായിക ഫീഹാ വഅമൽ ലില്ലാഹി ബിഖദരി ഹാജതിക ഇലൈഹി വഅമൽ ലിന്നാരി ബിഖദരി സബരിക അലൈഹാ. ഇതാണ് ആ ഹദീസ്. യഅമൽ ലിദുനിയാക, നിന്റെ ദുനിയാവിന് വേണ്ടി നീ പ്രവർത്തിച്ചോ, ബിഖദരി മുഖാമിക ഫീഹാ, അതിൽ നീ താമസിക്കുന്ന ആ ഒരു കാലാവധിക്കനുസരിച്ച്, എത്ര കാലമാണോ ഈ ദുനിയാവിൽ നിനക്ക് താമസിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കി അതിനു വേണ്ട ഒരു സൗകര്യം ലഭ്യമാക്കാൻ വേണ്ടി നീ ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കണം. അതേസമയത്ത് വഅമൽ ലിആഖിറതിക, നിന്റെ പരലോകത്തിനു വേണ്ടി നീ പ്രവർത്തിക്കേണ്ടത് ബിഖദരി ബഖായിക ഫീഹാ, അവിടെ എത്ര കാലമാണോ നീ ശേഷിച്ചു നിൽക്കുക അതിന്റെ തോതനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. വഅമൽ ലില്ലാഹി, അള്ളാന്റെ പൊരുത്തത്തിനു വേണ്ടി നീ പ്രവർത്തിച്ചോ, ബിഖദരി ഹാജതിക ഇലൈഹി, അവനിലേക്ക് നിനക്കുള്ള ആവശ്യത്തിന്റെ തോതനുസരിച്ച്. വഅമൽ ലിന്നാരി, നരകത്തിനു വേണ്ടി നീ പ്രവർത്തിച്ചോ, ബിഖദരി സബരിക അലൈഹാ, ആ നരകത്തിന്റെ മേൽ നിനക്ക് ക്ഷമിക്കാനുള്ള കഴിവനുസരിച്ച്. 4 കാര്യങ്ങൾ, ആശയ ഗാംഭീര്യതയുള്ള വിശാലമായ അർത്ഥം വ്യാഖ്യാനവും വേണ്ട 4 വാക്യങ്ങൾ. ദുനിയാവിനു വേണ്ടിയുള്ള നിന്റെ പ്രവർത്തനം അതിൽ എത്ര കാലം താമസിക്കുമോ അതിനനുസരിച്ചു മതി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ദുനിയാവിലുള്ള താമസം എന്ന് പറഞ്ഞത് ചിലപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്റേത് തീർന്നു പോകാം. അപ്പോ ദുനിയാവിന്റെ വലിയ വൈഡായ സൗകര്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നീ നേരം കളയേണ്ടതില്ല എന്നർത്ഥം. അന്നാന്നത്തേക്കുള്ള അന്നത്തിനുള്ള സംവിധാനം ഉണ്ടായാൽ ദുനിയാവിന്റെ പ്രവർത്തനം നിനക്ക് മതിയാക്കാം. അതേസമയത്ത് ആഖിറത്തിന് വേണ്ടിയുള്ള നിന്റെ പ്രവർത്തനമോ അതിൽ നീ എത്ര കാലം ബാക്കിയാവും എന്നതിനനുസരിച്ച് പ്രവർത്തിക്കണം. ആഖിറത്തിന് എത്ര കാലം ബാക്കി? അനന്തമായ കാലമാണ്. അതുകൊണ്ട് തന്നെ
പരലോകം സുഖകരമാക്കാനുള്ള പ്രവർത്തനത്തിന് ലിമിറ്റില്ലാത്ത വിധത്തിലുള്ള പ്രവർത്തനം നീ നടത്തണമെന്നാണ് അതിന്റെ അർത്ഥം. ഇനിയോ അള്ളാഹുവിന് വേണ്ടിയുള്ള നിന്റെ പ്രവർത്തനം അവനിലേക്കുള്ള നിന്റെ ആവശ്യത്തിനനുസരിച്ചാണ് വേണ്ടത്. അള്ളാഹുലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനം അല്ലാതെ ഒന്നും ഇവിടെ നമ്മൾ നടത്തിക്കൂടാ. കാരണം എന്താ? അള്ളാഹുലേക്ക് ആശ്രയിക്കാത്ത, അവനിലേക്ക് ആവശ്യമില്ലാത്ത ഒരു മൈക്രോ സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നില്ല. എല്ലായ്പ്പോഴും നമ്മൾ അള്ളാഹുലേക്ക് ആശ്രയിക്കേണ്ടവരാണ്, അള്ളാഹുലേക്ക് ആവശ്യമുള്ളവരാണ്. അള്ളാഹു താല അനുവദിക്കാതെ ഒരു ചെറിയതോ വലിയതോ ആയ ഒരു കാര്യവും നമുക്ക് നേടാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനവും അള്ളാഹുവിന്റെ പൊരുത്തം എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണമെന്നർത്ഥം. ഇനിയോ നരകത്തിനു വേണ്ടിയുള്ള നിന്റെ പ്രവർത്തനം ആ നരകത്തിന് മേൽ ക്ഷമിക്കാനുള്ള തോതനുസരിച്ചാവട്ടെ എന്ന് പറഞ്ഞാൽ, ചില തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്താൽ പരമാവധി നരകത്തിലെത്തിപ്പെടലാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയാൽ ആ നരകത്തിൽ ക്ഷമിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ആ തെറ്റ് ചെയ്തോളൂ. പക്ഷേ നരകത്തിൽ ക്ഷമിക്കാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലും കഴിയില്ല എന്നതാണല്ലോ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നരകത്തിലെത്തിപ്പെടുന്ന പ്രവർത്തനങ്ങളോട് ഗുഡ് ബൈ പറയാൻ നിനക്ക് സാധിക്കണം. നിന്റെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിന്റെ പൊരുത്തം എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നീ ക്രമീകരിക്കണം. ആ പ്രവർത്തനങ്ങൾ മുഖേന അനന്തമായ പരലോകത്ത് രക്ഷപ്പെടാനുള്ള പദ്ധതികൾ നീ തയ്യാറാക്കണം. ഒരിക്കലും ദുനിയാവിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടക്ക് അനന്തമായ പരലോകം നഷ്ടപ്പെടുന്ന അബദ്ധത്തിൽ ചെന്നു ചാടാതിരിക്കാൻ വേണ്ടി നീ പ്രത്യേകം ശ്രദ്ധിക്കണം. എത്ര വലിയ അത്ഭുതകരമായിട്ടുള്ള ഉപദേശങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇമാം ശിബിലി തങ്ങൾ പറഞ്ഞത്, ഈ ഒരൊറ്റ ഹദീസിലുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിച്ചാൽ കഴിഞ്ഞ കാലത്തുള്ളവരും അതേപോലെ പിൽക്കാലത്തുള്ളവരുമായിട്ടുള്ള എല്ലാവരുടെ വിജ്ഞാനങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ ഹദീസിന്റെ താൽപര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ശിബിലി തങ്ങൾ പറഞ്ഞ ഒരു ഉത്ബോധനം കൂടി ഇമാം ഗസാലി തങ്ങൾ തന്റെ ശിഷ്യന് നൽകുന്നു. അല്ലാഹു തആല നമുക്കും ഇതിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.